പ്രൈവറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ESI കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടുണ്ട്. പ്രൈവറ്റിൽ ജോയിൻ ചെയ്ത ആളുകൾ ESI രജിസ്റ്റേർഡ് ആണെങ്കിൽ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൽ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സാധാരണ 6 മാസം കഴിഞ്ഞാൽ തന്നെ ESI ഒക്കെ രജിസ്റ്റേർഡ് ആവും. 6 മാസം ഇപ്പോൾ വേണ്ട, അങ്ങനെ ഒരു കാലാവധി പറയാനില്ല. രജിസ്റ്റർ ചെയ്ത ആർക്കും എന്ത് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന ESI ഉള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ESI രജിസ്റ്റേർഡ് ആണെങ്കിൽ അവരുടെ മക്കൾക്കൊരു റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ 57,000 വരെ റാങ്കുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും, കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേണം, അതൊക്കെ ഉപയോഗപ്പെടുത്തും. അപ്പോൾ പ്രൈവറ്റിൽ എവിടെയെങ്കിലും ജോലിക്കൊക്കെ കയറി ESI രജിസ്റ്റേർഡ് ആക്കി ചെന്നാൽ ഈ ആനുകൂല്യം നമുക്ക് എന്ത് ചെയ്യും, അത് ഉപയോഗപ്പെടുത്താം. പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം നീ ആദ്യമായിട്ട് കേൾക്കുന്നല്ലേ? നമുക്ക് ഉപയോഗപ്പെടില്ല. നമുക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു മുമ്പ്, അതിൻ്റെ പണിയൊക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ. പ്രൈവറ്റ് എന്തെങ്കിലും ജോബിലൊക്കെ കയറിയിട്ടേ ആരെങ്കിലും ഒരാൾ കയറിയാൽ മതി. മുമ്പ് റിട്ടയർഡ് ആയി എന്നുള്ളത് എന്ത് ചെയ്യണ്ട, പ്രശ്നമല്ല ശരിക്കും. ആരെങ്കിലും ഒരാളൊരു ESI ഇതുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിക്കഴിഞ്ഞാൽ അവർ ESI രജിസ്റ്റേർഡ് ആക്കും. അപ്പം ശരിക്കും അതൊക്കെ നേരത്തെ ചെയ്തു നോക്കേണ്ടതാണ്. പ്രൈവറ്റിലൊക്കെ ഉള്ളവർ അത് ചെയ്യേണ്ടതാണ് ശരിക്കും. അത് ആളുകൾക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജും BDS കോളേജുകളും മൊത്തം എന്ത് ചെയ്യാം, സൗത്ത് ഇന്ത്യ മാത്രം മതി. അത് മതി. സൗത്ത് ഇന്ത്യ പറ്റുന്നല്ലോ. കൊടുക്കൽ ഇപ്പം എവിടെയാണെങ്കിൽ കൊടുക്കപ്പെട്ടത് സൗത്ത് ഇന്ത്യ പോയാൽ മതി. കേരളത്തിൽ BDSന് സാധ്യത ഉണ്ടോ? കേരളത്തിൽ BDS സാധ്യത ഞാൻ കാണുന്നുണ്ട്. 6,500 വരെ പോയിട്ടുണ്ട് ശരിക്കും. 6,400 വരെയൊക്കെ സ്റ്റേ വേക്കൻസി. അപ്പോൾ സ്റ്റേ വേക്കൻസി വരെ പോകേണ്ടി വരും. അപ്പോൾ കേരളത്തിലും നിങ്ങൾ സെൽഫ് ഫിനാൻസ് പോകില്ലോ. പിന്നെ BDS കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ പോവാ? വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി. കുസാറ്റിൽ ഏതാ കിട്ടിയത്? കുസക്ക് മറ്റേ കുട്ടനാട്. അത് കിട്ടിയാണെങ്കിൽ കുസക്കിൽ കയറിക്കോ. സോറി SOEയിൽ കയറാം. ഇല്ലെങ്കിൽ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അത് ട്രൈ ചെയ്യും. ഈ എൻജിനീയറിംഗ് പിന്നാലെ നടക്കണ്ട, അതിലങ്ങ് ട്രൈ ചെയ്യും. എന്നിട്ട് ഉമ്മ ഒരു പ്രൈവറ്റ് ജോലിക്ക് കൊടുക്കും. നല്ലൊരു സ്ഥാപനത്തിൽ പ്രൈവറ്റ് ജോലിക്ക് ഉമ്മ കയറട്ടെ. അല്ലെങ്കിൽ ഉപ്പ കയറട്ടെ. ഉപ്പിനെ കയറേണ്ട, റിട്ടയറില്ലേ, പെൻഷൻ പറ്റുന്നല്ലേ. ഉമ്മ കയറിയിട്ട് ESI രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ഗവൺമെന്റ് പക്ക ഗവൺമെന്റ് കിട്ടും. 56,000 റാങ്കിനുള്ളിൽ വന്നാൽ പോരെ. അവളുടെ എത്രയാണ്? 62,000, 63 വരെ പോയിട്ടുണ്ട് ESI. ഓക്കെ. സൗത്ത് ഇന്ത്യ മാത്രം കൊടുത്താൽ പോരെ BDS? ഓൾ ഇന്ത്യ മൊത്തം കൊടുക്കണ്ട. ബാക്കി നമ്മൾ നോക്കിയിട്ട് തേർഡ് അലോട്ട്മെന്റിലൊക്കെ മാറ്റാമല്ലോ. ഓൾ ഇന്ത്യയിൽ സെൽഫില്ല മോളെ. കേരളത്തിൽ മാത്രമല്ലേ സെൽഫുള്ളൂ. ഓൾ ഇന്ത്യയിൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഡീംഡാണ്. പ്രിന്റ് ഓൾ ഇന്ത്യയിൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഡീംഡാണ്. ഡീംഡിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫീസ് 13 ലക്ഷം, 13 സംതിങ്. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 14, 16 മുതൽ അങ്ങോട്ടാണ്. അതും 4 കോളേജേ 16 ഉള്ളൂ. ബാക്കി എല്ലാത്തിനും 20+ ആണ്. അപ്പോൾ ഡീംഡ് കൊടുത്തിട്ട് കാര്യമില്ല, നല്ല പൈസയാവും. ഡീംഡിൽ മാനേജ്മെൻറ്റ് കോട്ട ഫീസ് കുറവുള്ളത് കേരളത്തിലാണ്. അത് മാനേജ്മെൻറ്റ് കോട്ടയാണ്, മെറിറ്റ് സീറ്റല്ല. മെറിറ്റ് സീറ്റ് കേരളത്തിലില്ല. മെറിറ്റ് സീറ്റൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ ഫീസ് വളരെ കുറവാണ്. 60,000, 1.5 ലക്ഷം, 120. അവിടുത്തെ നമ്മളുടെ ഡൊമിസൈലിനും കിട്ടേണ്ടതാണത്. അത് കിട്ടണല്ലോ. എന്നാലും ഇപ്പം ഇങ്ങനെ ചെയ്യേ, നമുക്ക് ആ ലിസ്റ്റ് കൊടുത്തിട്ട് 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ ടീമിനെ വിട്ടില്ല. ആന്ധ്രയിൽ 1,00,000
അത് രജിസ്ട്രേഷൻ ആണല്ലേ? രജിസ്ട്രേഷനാണ് ഛത്തീസ്ഗഡിലെ പ്രൈവറ്റ്. അത് വേണം. ഛത്തീസ്ഗഡ് 7,47,000 ഫീസ് ഛത്തീസ്ഗഡിൽ. ഈ ഛത്തീസ്ഗഡ് മെഡിക്കൽ കോളേജ് കേരളത്തിലേക്കാൾ ഫീസ് കുറവാണ്. ഏത് മാനേജ്മെന്റ് കോട്ട. അതിലെ രസം എന്ന് വെച്ചാൽ അവിടുത്തെ മാനേജ്മെന്റ് കോട്ടയാണ്, 7 ലക്ഷം. അത് കുറവാണ്. 7,47,000. അല്ല അല്ല അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമുക്കും അതേ ഉള്ളൂ. അവിടുത്തെ മെറിറ്റ് വളരെ കുറവാ. അവിടുത്തെ മെറിറ്റ് നമുക്ക് കിട്ടൂല്ലോ. ആ ഫീസും അത് കഴിഞ്ഞിട്ടുള്ള 7 ലക്ഷത്തി. പക്ഷെ അവിടുത്തെ ഹോസ്റ്റൽ ഫീ കൂടുതലാണ്. പക്ഷെ ആ ഹോസ്റ്റൽ ഫീ 3 ലക്ഷം വന്നാലും നമ്മളിവിടുത്തേക്കാൾ കുറവ് തന്നെയാണ് ശരിക്കും. അപ്പോൾ ഛത്തീസ്ഗഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കും. പക്ഷേ ഛത്തീസ്ഗഡിൽ 4 കോളേജുകളാണ്. 4ാമത്തെ കോളേജിൽ ഫീസ് വരുന്നത് ഹോസ്റ്റൽ ഫീ 5 ലക്ഷത്തിൻ്റെ മേലെ പോകും. 5 ലക്ഷം അറൗണ്ട് ഹോസ്റ്റൽ ഫീ മാത്രം ഒരു വർഷം. പക്ഷെ അവിടുത്തെ ആ കോളേജിലെ സെൽഫ് ഫിനാൻസ് ഫീ 8,02,000. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് റിലേറ്റീവ്ലി ഏറ്റവും കുറവ് പിന്നെ കേരളം കഴിഞ്ഞാൽ ഛത്തീസ്ഗഡാണ്. ഓക്കെ. പക്ഷേ ഛത്തീസ്ഗഡൊക്കെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ റായ്പൂരും ഭിലായി ഒക്കെയാണ്. അതൊക്കെ പോവാൻ ഇച്ചിരി മതി. പക്ഷെ പോണവരുണ്ട്. ഇപ്പം ഇത് നിന്നേക്കാൾ റാങ്ക് കൂടിയ ആളുകൾ, ഇപ്പം നിനക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം നിനക്ക് കേരളത്തിൽ കിട്ടും, നീ സെൽഫ് ഫിനാൻസിൽ പോകുന്നില്ല. പക്ഷേ നിന്നേക്കാൾ റാങ്ക് കൂടിയ ആളുകൾ 10-12 മേലെ വരുന്ന ആൾക്ക് ഛത്തീസ്ഗഡാണ് പിന്നത്തെ ഏറ്റവും നല്ല ഓപ്ഷൻ. ഈവൻ കർണാടകയൊക്കെയാണ്. പിന്നെ കർണാടക അടുത്താണെന്നുള്ളത് കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കൊടുക്കാം. ഇപ്പം നീ എന്ത് ചെയ്യുക, ഈ 2 ഓപ്ഷൻ ഓൾ ഇന്ത്യ മെഡിക്കൽ മൊത്തം കൊടുക്കുക. അത് ആ ലിസ്റ്റ് മൊത്തം നീ അങ്ങ് കൊടുത്തേക്ക്. ഇതിൽ ഞാനിപ്പോൾ ഈ തരുന്നതിൽ ഗുൽബർഗ വരെയുള്ള കോളേജുകൾ 16. Career Guru, molding your future.